കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഈ വചനം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ജീവിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. എന്നാൽ ഇത് ഹൃദയത്തിലേറ്റിയ ഒരു കുടുംബത്തെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. താമരശ്ശേരി രൂപതയിലെ ശമൽ സെൻറ് ജോർജ് ഇടവക അംഗങ്ങളായിട്ടുള്ള മേലിടത്ത് മാത്യു ചേട്ടനെയും ടിനി ചേച്ചിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. പ്രിയമുള്ള മധുചേട്ടാ, സിനി ചേച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണുന്നതിൽ, നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. തിരുസഭയ്ക്ക് നിങ്ങളെ ഓർത്ത് ഒരുപാട് സന്തോഷമുണ്ട്. മധുചേട്ടൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. സിനി ചേച്ചിയുടെ വീട്ടമ്മയായിട്ട് ജോലി ചെയ്യുന്നു. മക്കള് 9 പേര് നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം മൂത്ത മകളുടെ ജീവിത പങ്കാളി ശ്രീ അനീഷ്, അവരുടെ കുഞ്ഞ്, ഇത്രയും പേരുടെ ഒരു വലിയ കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മക്കളെ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുമോ? മധുചേട്ടൻ, സിനി ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളുടെ ആദ്യത്തെ കൺമണി ഇവളാണ്, നിമ എന്ന് വിളിക്കും. നിമ്മയാണ്, നിമിലിയ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. പിന്നെ രണ്ടാമത്തത് ദീപക്, PG പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആള് ദിനൂജ്. നാലാമത്തെ ആള് ദിൽന, നേഴ്സിംഗ് പഠിക്കുന്നു കൽപ്പറ്റയിൽ. അഞ്ചാമത്തെ ആള് ദിൻഷ, +2 പഠിക്കുന്നു കട്ടിപ്പാറ സ്കൂളിൽ. ആറാമത്തെ ആള് ഫ്രാൻസിയ, 10ാം ക്ലാസ് കട്ടിപ്പാറ സ്കൂളിൽ. ഏഴാമത്തെ ആള് ഫ്ലെമിയ, 8ാം ക്ലാസ്സിൽ കട്ടിപ്പാറ സ്കൂളിൽ പഠിക്കുന്നു. എട്ടാമത്തെ ആള് ദിയ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു ചമലിൽ. ഒമ്പതാമത്തെ ആള് ജിയ, ചമലിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ 9 മക്കളടങ്ങുന്ന വലിയൊരു കുടുംബം. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണെങ്കിലും ചിലർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. അതേസമയം ഒരു പൊതുവായ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ 9 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ എതിർപ്പ് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു പശ്ചാത്തലം? എന്തായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഹെൽത്തിൽ നിന്നാണ്. അവർ നിരന്തരമായിട്ട് നമ്മളെ ഇങ്ങനെ ബ്രിമാഷ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താണ് ഇങ്ങനെ പോയാലേ ഇങ്ങനെ എന്നൊക്കെ ചോദ്യം ഇങ്ങനെ ചില വർഷം പോലെ നടത്തി. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം എലിയ പ്രവാചകന് കാക്കയാൽ ആഹാരം കൊടുത്തതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരുന്നു. വലിയ പ്രതിസന്ധികളിൽ നിന്ന് 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് രക്ഷപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ഇവർ നിലകൊള്ളുമ്പോൾ ദൈവം ഇവരുടെ കൂടെയുണ്ട്. ഇവരൊരു 9 പേരും പ്ലസ് അപ്പനും അമ്മയും മാത്രമല്ല, ദൈവം ഇവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഇവർ ആയിരിക്കുന്നുണ്ട്. ഫാമിലി എങ്ങനെയാണ് മാത്യു ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്നത്? ദൈവത്തിൻ്റെ വലിയ ഇടപെടലെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. കാരണം നമുക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം യഥാർത്ഥത്തിൽ ഇരിക്കുന്ന വിഷയം രൂപതയുടെ ദത്തുമക്കളായിട്ടാണ് സമൂഹം നമ്മളെ അറിയുന്നത്. നമ്മളെ ഒത്തിരി സപ്പോർട്ട് രൂപത ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ പ്രതിസന്ധി വരുന്ന സമയത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ അരികിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ക്രമീകരണം തമ്പുരാൻ നടത്തി തരും. തീർച്ചയായിട്ടും ഈ മക്കളുടെ വിദ്യാഭ്യാസത്തിലും അതോടൊപ്പം ആത്മീയ പരിപോഷണത്തിലും നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് മക്കളെ നിങ്ങൾ വളർത്തുന്നത്? ഇപ്പോഴത്തെ മാതാപിതാക്കൾ പറയുന്നത് ഒരു കൊച്ചുണ്ടെങ്കിലും ഞങ്ങൾക്ക് വളർത്താൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഇത്തിരി 9 കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തുന്നത്, ഇവരെങ്ങനെയാണ് വളരുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ അറിയത്തില്ല. പക്ഷെ എല്ലാ ദിവസവും എല്ലാവരും പള്ളി പോകുന്നുണ്ട്. ഒരു ഗായക സംഘത്തിലുണ്ട്. അപ്പോൾ ഈശോയുടെ കൂടുതൽ ഞങ്ങൾ ദിവ്യകാരുണ്യ ഈശോയാണ് ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയാണ് ഞങ്ങളുടെ ശക്തി. അതേപോലെ തന്നെ ജപമാല. ഓക്കെ, പ്രിയ മക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിൽ വലിയൊരു മാതൃകയായിട്ട് നിൽക്കുന്നൊരു കുടുംബമാണ്. നിങ്ങൾ പഠിക്കുന്ന കോളേജ്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഈ വലിയ കുടുംബത്തെക്കുറിച്ച് വളരെ ആകാംക്ഷയോടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സംസാരിക്കാൻ ഒരുപക്ഷെ ഇടയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കൂട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? നിങ്ങളുടെ ഈ വലിയ കുടുംബത്തെക്കുറിച്ച് ഒരു പൊതുവായ പ്രതികരണം എന്താ? എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷം. എത്ര മക്കളോ പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരണം, എല്ലാവരെയും കാണണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഫാമിലി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? തല്ലും അടിയും പിടിയും ഒക്കെ എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ
അടിപൊളിയാണ്. അതാണ് അതിൻ്റെ ഒരു വാക്ക്, അടിപൊളിയാണ്, അടിപൊളിയാണ്. ഈ കുടുംബത്തിൽ 2 ആൺതരികളാണുള്ളത്. 2 അറ്റത്തിരുന്നുകൊണ്ട് ഈ കുടുംബത്തെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഞാൻ മനസ്സിലാക്കുന്നു. ദിനോജിന് ഈ ഫാമിലിയെക്കുറിച്ചുള്ള നിൻ്റെ ഒരു ചിന്ത എന്താണ്? ഇത്രയും സഹോദരിമാർ, 7 സഹോദരിമാർ നിനക്ക്. അപ്പം നിൻ്റെ ഒരു പൊതുചിന്ത എന്താണ്? ശരിക്കും ഈ ലൈഫ് നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു ബോയ്ക്ക് പെട്ടെന്ന് പെൺപിള്ളേരെ കാണുമ്പോൾ അവർക്ക് എങ്ങനെ അവരുമായിട്ട് ഇടപെടേണ്ടതെന്നോ അങ്ങനെയൊന്നും അറിയാത്തവരായിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും പേരോടെ ജീവിച്ചുകൊണ്ടായിരിക്കാം ഒരാൾ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടേ, മീൻസ് അവരുടെ ഓരോ സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ഏത് സാഹചര്യമാണോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ക്ലാസ്സിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊന്ന് 4 പിള്ളേരേ ഉള്ളൂ. ഞാനപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അല്ലയോ ഇതിലും ഭേദം വീടായിരുന്നു, വീട്ടിൽ പോയി ഇരുന്നാൽ കുറച്ചുകൂടെ മനസ്സമാധാനം കിട്ടും. ദീപക് വടകര കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ജീസസ് യൂത്തിലൊരു മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഫാമിലിയെ നീ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? നിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ചെറുപ്പം മുതലേ വീട്ടിൽ അടിപൊളിയായിട്ട് പോകുന്നത്. അതായത് 2ാമത്തെ കൊച്ചായത് കൊണ്ടും അത്യാവശ്യം എല്ലാവരുടെ സൈഡിൽ നിന്ന് നോട്ടം ഉണ്ടായിരുന്നു. താഴേന്നാണെങ്കിൽ മൂത്ത അമ്മ, അപ്പൻ, പിന്നെ ചേച്ചി, അവിടെ എന്ത് കൊടുത്തൊക്കെ അടുപ്പിച്ചാലും നടുക്ക് നിൽക്കുന്നത് കൊണ്ട് അധികം പ്രശ്നമില്ലാതെ ഇങ്ങനെ സ്കൂട്ടായി ഇങ്ങനെ പോകാറ്. അപ്പം അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടങ്ങളിൽ യുവജനങ്ങളുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ പലർക്കും ഷെയറിംഗ് പേഴ്സൺ ഇല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് നമുക്ക് പറയാനൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലൊക്കെ തിരഞ്ഞെടുക്കുകയും ബെസ്റ്റുകളെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ഒരു യുവത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഇങ്ങനെ ഒരു ഷെയറിംഗ് പേഴ്സൻ്റെ മിസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്? അതോ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനും നിങ്ങളുടെ മാനസികാരോഗ്യമൊക്കെ വളരെ ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? മെയിനായിട്ട് ഞങ്ങൾ 3 നേരം കൂടെ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യലാണ്. ഓക്കെ. വലിയ പ്രശ്നമാണെങ്കിൽ അപ്പയോടോ അമ്മയോടോ പറയും. തീർച്ചയായിട്ടും വലിയ കുടുംബങ്ങളുടെ വലിയൊരു പ്രത്യേകതയായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വീടിന് പുറത്ത് വേറെ ആരും അന്വേഷിക്കേണ്ട അവസ്ഥ ഇല്ല. അതുകൊണ്ട് ഈ മാതൃകയെ നമുക്ക് തീർച്ചയായിട്ടും പ്രചോദനമാണ്. നിങ്ങളത് എൻജോയ് ചെയ്യുക. ഒരുപാട് നിങ്ങളുടെ പേഴ്സണൽ വിഷമങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മധുചേട്ടാ, സിനിചേച്ചി, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു സമയം കൂടി ആയിരിക്കുമല്ലോ. ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒത്തിരി സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെ അതിനെക്കുറിച്ചൊരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യം ഇവർ തന്നെയാണ് ഇൻട്രസ്റ്റിനോടെ എല്ലാവരും വരുന്നത്. ഈ അൽഫോൻസാമ്മയുടെ ഒക്കെ ശാലോം ടി വിയിലൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആദ്യം ഇവരിങ്ങനെ കല്ലൊക്കെ എടുത്തുകൊണ്ടെന്ന് മുട്ടയെ കുത്തി ഇങ്ങനെ വെച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവർ തന്നെ ഇൻട്രസ്റ്റോടെ ഇങ്ങനെ ഈ ജെറിക്കോ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ കുറച്ചായിട്ട് നിന്നുപോയി. പിന്നെ ഞങ്ങൾ 6:45, 7 മണിക്കുള്ളിൽ ഞങ്ങളിരുന്ന് കുരിശ് വരയ്ക്കും. അത് കഴിഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്, ഒരുമിച്ച് പാട്ട് പാടും, എല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ട് പാടും. ടോറിൽ ഞങ്ങൾ കൂടുതലും പാട്ടായിട്ട് ജപമാല എല്ലാവരും കൂടെ ഇരുന്ന് ചെല്ലാറുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം നമുക്ക് ഒരുപാട് മാതൃക നൽകുന്നുണ്ട്, ഒത്തിരി പ്രചോദനം നൽകുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെയും ഭാഗമായിട്ട് തീരട്ടെ. നമ്മുടെ വരും തലമുറയിൽ അങ്ങനെ ഒരുപാട് വലിയ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, നിന്നെ മാത്രം പുകഴ്ത്തുമേ. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ, എന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. യേശുവോളം സ്നേഹമേകില്ലാരുമേ, എൻ ജീവകാലം നന്മയാലേ നിറയ്ക്കുമേ. സ്തുതികളാലേ എന്നെ ഞാനാക്കി മാറ്റുമേ, എൻ ജീവനെ ആത്മനാലേ നിറയ്ക്കുമേ. വെരി ഗുഡ്, നല്ലൊരു കയ്യടി. മധുചേട്ടൻ്റെയും സിനിചേച്ചിയുടെയും വലിയ കുടുംബം നമുക്ക് വലിയൊരു മാതൃക നൽകുന്നുണ്ട്. ഇതൊരു ആശ്ചര്യത്തോടെ കാണേണ്ട ഒരു മുഖമല്ല ഇത്, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു ചിത്രമാണ്. ഇനി വരുന്ന തലമുറയിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഇതുപോലെ മക്കളുണ്ടാകാൻ ഇടയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു തലമുറയ്ക്ക് മുമ്പ് 5ഉം 10ഉം മക്കളും ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 1ലേക്കും 2ലേക്കും നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയുള്ള തലമുറയിൽ ഈ ഒരു വലിയ നഷ്ടത്തെ നികത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കുടുംബം വലിയൊരു മാതൃകയായിട്ട് തീരട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മധുചേട്ടനും സിനിചേച്ചിക്കും 9 മക്കൾക്കും മരുമകനും നമ്മുടെ കൊച്ചിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ ആശംസകളും എല്ലാം നന്ദിയും അർപ്പിക്കുന്നു.